എന്തോ എന്തിയമ്മ അലക്കി കഴിഞ്ഞില്ലേ? തീർന്നു. ഇത് ഒന്നുകൂടെ ഉള്ളു. മോനെ തുണി ഒന്ന് വിരിക്കാവോടാ? ആ തുണി തേണ്ടോ കൊറേ അമ്മച്ച് വിരിച്ചതേ മൊത്തം നനഞ്ഞു വെക്കുവാണേ. നനഞ്ഞു വെക്കുവാ. അപ്പൊ അതുകൊണ്ട് ഒന്ന് വിരിക്കാവോ ആ തുണി? എന്നെ കൊണ്ടൊന്നും പറ്റുമൊന്നുമില്ല. നിങ്ങൾ വേണമെങ്കിൽ കൊണ്ടുപോയി വിരിക്കും. നിങ്ങളല്ലേ അലക്കിയത്. മക്കളെ ഇത്ര അലക്കിയില്ലേടാ അമ്മ. അതുകൊണ്ട് ഒന്ന് വിരിക്കുവായിരുന്നു അമ്മച്ച് ഒന്ന് കുളിച്ചോണ്ടേ. എനിക്കങ്ങും പറ്റില്ല. എനിക്ക് കൈയും കാലെല്ലാം മേലെടുത്തിട്ടും പാടില്ല. അമ്മ എന്നെ അങ്ങ് വിരിച്ചേച്ചാ മതി. എന്നാ മക്കളെ എന്നാടാ? നമുക്ക് ഇങ്ങനെയും പറയാം, വേറൊരു രീതിയിലും ഇത് പറയാം അല്ലേ അമ്മ? അമ്മ ഒന്നുകൂടെ പറയണേ. അതെ, നല്ല രീതിയിൽ നമുക്ക് മറുപടി കൊടുക്കാം, ചീത്ത രീതിയിൽ മറുപടി കൊടുക്കാം. ഇപ്പം ചീത്ത രീതിയിലാണ് ഞാൻ മറുപടി തന്നേ. അപ്പം ഇത് നല്ല രീതിയിൽ എങ്ങനെയാണ് അത് സമീപിക്കുന്നതെന്ന് നമുക്ക് കാണിച്ചു കൊടുത്താലോ? അമ്മ ഒന്നുകൂടെ പറഞ്ഞേ. മോനെ എന്തോ എന്നാ അമ്മ ചെയ്യണ്ടേ? അമ്മച്ചി ഇത്ര തുണി അലക്കി. ഇത്ര തുണി അലക്കി അമ്മ ഒന്ന് നനഞ്ഞു നിക്കുവാടാ. അത് കണ്ടോ മൊത്തം നനഞ്ഞു. മക്കളെ ഈ തുണി ഒന്ന് വിരിക്കാവോ? വിരിച്ചേക്കാം അമ്മ. അമ്മ കുളിച്ചു വന്നാ പിന്നെ നനഞ്ഞു നിൽക്കുമല്ലേ, ചൂടുവെള്ളം എടുത്ത് അമ്മ കുളിക്കുക കേട്ടോ. അത് തന്നെ നമുക്ക് ഒരുമിച്ച് കഴിക്കാം. കുളിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ട് നനഞ്ഞു നിൽക്കുമല്ലേ, പെണ്ണ് ഊരിയിട്ടിട്ട് ഒറ്റ ഓട്ടം പെണ്ണ്. അതും കൂടെ അമ്മ കഴിയേച്ച് മക്കളെ ഒന്ന് വിരിക്കും. ഓക്കെ അമ്മ. കണ്ടോ, ഇങ്ങനെ നമുക്ക് സ്നേഹത്തോടു കൂടി നമുക്ക് മറുപടി കൊടുക്കാം കേട്ടോ. സ്നേഹത്തോടെ മറുപടി കൊടുത്താൽ നമ്മുടെ അമ്മയുടെ മുഖത്ത് ചിരി ഉണ്ടാവും. നമ്മൾ ദേഷ്യപ്പെട്ടാണ് മറുപടി കൊടുക്കുന്നതെങ്കിൽ അമ്മയുടെ അത് തന്നെ മുഖത്ത് സങ്കടം ഉണ്ടാവും. അപ്പം നിങ്ങളൊക്കെ എല്ലാവരും അമ്മമാരോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ നല്ല രീതിയിൽ സമീപിക്കുക. പരസ്പരം മനസ്സിലാക്കി പോവുകയാണെങ്കിൽ എല്ലാത്തിനും ഭാരം കുറവാണ് നമുക്ക്. ജോലി ഇപ്പൊ ഞാനിത് അലക്കി മോളോട് വിരിക്കാൻ പറഞ്ഞു, പറ്റില്ലെന്ന് പറഞ്ഞാലും ഞാൻ വിരിക്കും. അത് വേറെ വശം. പറയുന്ന വാക്ക്, നമ്മൾ പറയുന്ന വാക്കുകളും ചെയ്യുന്ന പ്രവൃത്തിയുമാണ് നമുക്ക് നാളെയുടെ നാളിൽ നമുക്കൊരു പുണ്യം കിട്ടുള്ളൂ. അപ്പൊ അതിനെന്ത് നമുക്ക് ചെയ്യാൻ പറ്റുമോ അത് മാത്രം ചെയ്യുക. ഓക്കെ, ശരി, താങ്ക് യു.